ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ആദ്യം പിടിച്ചു കഴിഞ്ഞാൽ ഇത് നോക്കിക്കേ, താഴോട്ട് പോകും നമ്മുടെ വണ്ടി. എന്ത് ചെയ്യണം? ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളെ ഡ്രൈവിങ്ങിൽ കാണിക്കുന്നത് ചെറിയ സ്പേസിലൂടെ വണ്ടി ഓടിക്കാനായിട്ടുള്ള സിമ്പിൾ ട്രിക്കാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ചെറിയൊരു റോഡ് കാണാം. ഈ ഒരു റോഡിലൂടെയുള്ള ഒരു ഡ്രൈവിംഗ് ആണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഈ സിമ്പിൾ ട്രിക്ക് നിങ്ങൾ കാർ ഡ്രൈവിംഗ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ചെറിയ സ്പേസിലൂടെയും ഒരു കാർ ഈസി ആയിട്ട് ഓടിക്കാൻ കഴിയും. കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിന് വീതി കൂടിയ റോഡുകളിൽ ഓടിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷെങ്കിൽ വീതി കുറഞ്ഞ വില്ലേജ് റോഡുകളിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് എങ്ങനെ കൃത്യമായിട്ടും വണ്ടി ജഡ്ജ് ചെയ്ത് വണ്ടിയുടെ ലെഫ്റ്റും റൈറ്റും ഒക്കെ തട്ടാതെ വണ്ടി ഓടിക്കാമെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ വണ്ടിയായിട്ട് ചെറിയൊരു സ്പേസിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു സൈഡിൽ ചെറിയ കാടുകളൊക്കെ കാണാം, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, നമുക്കപ്പം ചെറിയ സ്പേസുകളിലൂടെ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഞാനത് കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഡ്രൈവിങ്ങിലൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെറിയ സ്പേസിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു തുടക്കക്കാരൻ മാക്സിമം ഒരു സെക്കൻഡ് ഗിയർ വരെ ഇട്ട് വണ്ടി ഓടിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളൊരു തേർഡ് ഗിയറിലേക്ക് ആദ്യം കൊടുക്കേണ്ട. കാരണം നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ചെറിയ സ്പേസിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് വാഹനത്തിന് സ്പീഡ് കുറവായിരിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സാഹചര്യത്തിൽ വേണ്ട ഒരു ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വാഹനം എടുക്കുക, അതിനുശേഷം പിന്നീട് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത് മാത്രമാണ്. വീണ്ടും വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ആ ഒരു സമയത്ത് ചിലപ്പോൾ ചെറിയ സ്പേസിൽ ഓടിക്കുമ്പോൾ നമ്മുടെ കൺട്രോളിൽ കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സ്പീഡ് കൂടുന്നുണ്ട് എന്ന് തോന്നുന്നു, നമ്മുടെ കൺട്രോളിൽ വണ്ടി കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പം ഈ ഒരു മെയിൻ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിലൊന്ന് ഓർത്തിരിക്കും. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി ഞാനിവിടെ തിരിഞ്ഞു കയറാനായിട്ട് പോകുന്നത് ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ചെറിയൊരു ഇടുങ്ങിയ റോഡിലേക്കാണ് ഞാൻ തിരിഞ്ഞു കയറുന്നത്. അപ്പം നിങ്ങൾ തിരിഞ്ഞ് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടം ചേർത്ത് വണ്ടി തിരിഞ്ഞു കയറാം. ഇവിടം ചേർത്ത് ഞാൻ തിരിഞ്ഞ് കയറി കഴിഞ്ഞാൽ എനിക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടി ആ റോഡിലേക്ക് തിരിഞ്ഞ് കയറാൻ കഴിയില്ല. കാരണം നമ്മുടെ വണ്ടിയുടെ സൈഡ് കൃത്യമായിട്ട് ആ സൈഡിലുള്ള ആ ചെറിയ തിട്ടലിൽ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ വരുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുക. പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ഇടുങ്ങിയ സ്പേസിലേക്ക് നിങ്ങൾ കയറുമ്പോൾ കുറച്ച് ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്ത് നമ്മൾ ഏകദേശം ഇങ്ങനെ വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് ജസ്റ്റ് നേരെയാക്കി കൊടുക്കുക. ഇപ്പം നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ ഇവിടുത്തെ റോഡ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു, സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നല്ല സ്പേസ് ആയി. ഒരു കാരണവശാലും നമ്മുടെ വണ്ടിയുടെ ഈ ഭാഗം ഇവിടെ തട്ടത്തുമില്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ആക്സിലറേഷൻ കൊടുക്കുക. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് നമ്മളിത് ഫസ്റ്റ് ഗിയറിൽ വണ്ടി ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, ഇപ്പം സ്റ്റിയറിംഗ് നേരെയാക്കി ഞാനിത് ഈ ഒരു റോഡിൽ ഇപ്പം നമ്മളുടെ വാഹനം കയറി. ഇനി നിങ്ങൾക്ക് ചെറിയ സ്പേസിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. നിങ്ങൾ അതിന് ചെയ്യേണ്ടത്, എപ്പോഴും ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ നോട്ടം പോകേണ്ട രീതി നിങ്ങളെ ഞാൻ ആദ്യമായിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പം എൻ്റെ വണ്ടി ഞാൻ ഇവിടെ ഒന്ന് നിർത്തുകയാണ്. നോക്കുക, അതായത് ഇവിടുന്ന് എനിക്ക് നോക്കുന്ന സമയത്തുള്ളൊരു വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതായത് ഇവിടുന്ന് നോക്കുമ്പോൾ എനിക്ക് ആ റോഡിൻ്റെ എൻഡാണ് കാണേണ്ടത്. അതായത് ഈ സൈഡിൽ കാണുന്ന റോഡിൻ്റെ എൻഡ്, എനിക്ക് ആ റോഡിൻ്റെ എൻഡ് കാണുന്നത് ഏകദേശം അവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്താണ് എനിക്ക് ആ റോഡിൻ്റെ എൻഡ് കാണുന്നത്. അതായത് എൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെയായിട്ടാണ് ആ റോഡിൻ്റെ എൻഡ് എനിക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നത്. അപ്പം നമ്മളിനി ഓടിച്ചു പോകുന്ന സമയത്ത് ആ റോഡിൻ്റെ എൻഡ് ഏകദേശം നമ്മളുടെ കൈ വരുന്നത്, ഞാനിത് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചെറിയ സ്പേസിൽ ഓടിക്കുമ്പോൾ ഇതൊരു ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ആ റോഡിൻ്റെ എൻഡ് ക്ലിയർ ആയിട്ട് കാണണം. നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് ആ റോഡിൻ്റെ എൻഡ് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ വണ്ടി സൈഡിലുള്ള കാട്ടിലേക്ക് കയറും, അല്ലെങ്കിൽ സൈഡിൽ തിട്ടലുണ്ടെങ്കിൽ അവിടെ നമ്മുടെ വണ്ടി കയറും. ഇനി റൈറ്റ് സൈഡ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? റൈറ്റ് സൈഡ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ആ റോഡിൻ്റെ എൻഡ് ഇങ്ങനെ നോക്കി വരുന്ന സമയത്ത് ആ എൻഡ് കാണുന്ന ഏകദേശം ഈ ഒരു ഭാഗത്താണ്. നിങ്ങൾ നോക്കുക ഇങ്ങനെ. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ആ റോഡിൻ്റെ എൻഡ്, റൈറ്റ് സൈഡിലെ എൻഡ് ഇവിടെയൊക്കെയാണ് കാണുന്നതെങ്കിൽ നമ്മൾ കൂടുതലും നമ്മുടെ വണ്ടി ഈ സൈഡിലേക്ക് ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നിങ്ങൾ
പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഇത് മാത്രം ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ സ്പേസിൽ ഓടിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് വണ്ടി ഈ സ്പേസും നോക്കിയെടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് ഇവിടെയല്ല, നിങ്ങളുടെ നോട്ടം ദീർഘദൂരം മുന്നിലായിരിക്കണം. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ നോക്കുമ്പോൾ ആ മുന്നിലായിട്ട് നിങ്ങൾ നോക്കുക, അവിടെ ഒരു ചെറിയൊരു വളവ് ടേൺ തുടങ്ങുന്നുണ്ട്. ആ ടേണിൻ്റെ ഏരിയയിലാണ് ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടുന്ന് ഓടിച്ചു വരുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കുക, ആ വളവിനോട് അടുത്ത് ഏകദേശം വരുമ്പോഴത്തേനും ഇതേ സ്റ്റിയറിംഗ് ഞാനിത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ഓടിക്കുകയാണ്. ഇത് ഇങ്ങോട്ട് ഓടിക്കുന്നു, എന്നിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ തിരിവാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ സ്റ്റിയറിംഗ് കൈ പിടിച്ചിട്ട് ഇതേ ഇങ്ങനെ നേരെയാക്കി കൊടുക്കുക. നിങ്ങൾ നോക്കുക, കണ്ടോ? ഇപ്പം ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. ഇനി നമുക്ക് നിങ്ങൾ നോക്കി, ഇവിടെ വളരെ ഇടുങ്ങിയ സ്പേസാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, കണ്ടോ? അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മൾ കറക്റ്റ് സ്പേസിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഒരു കാരണവശാലും നമ്മുടെ വണ്ടി അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല. അപ്പോൾ ഈ ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം. ഇനി ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, ഇങ്ങനെ പതിയെ പോകാം. പക്ഷേ ഒരു വളവ് വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെയാണ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പം നിങ്ങൾ വളവ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളെ ഞാൻ കാണിച്ചത്. ഇപ്പോൾ ആ സൈഡിലേക്ക് ചെറിയൊരു വളവാണ്, വളരെ ഇടുങ്ങിയ സ്പേസാണ്, ഒരു വില്ലേജ് റോഡാണ്. അപ്പം അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ ടേൺ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ റൈറ്റ് പിടിക്കാൻ പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് എടുക്കുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ ഇടത്തെ സൈഡിലേക്ക് ഇങ്ങനെ വണ്ടി പരമാവധി ഇവിടെ ചേർക്കുക, കണ്ടോ? അപ്പോൾ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേൺ എടുക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെയൊന്നും നമ്മുടെ വണ്ടി തട്ടാതെ നമുക്ക് പോകാം. ദേ ഇങ്ങനെ ഈ സൈഡ് നമ്മൾ ചേരുന്നിട്ട് അതേ ക്ലച്ച് നയിച്ച് ആക്സിലറേഷൻ കൊടുത്ത് നമ്മളിതേ ലെഫ്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കണം, കണ്ടോ? നമ്മൾ റൈറ്റ് സൈഡ് ചേർത്താണ് വരുന്നതെങ്കിലോ ഈ കിടക്കുന്ന വണ്ടികളിലും ഈ വണ്ടിയൊക്കെ നമ്മുടെ വണ്ടി തട്ടും. അപ്പോൾ എന്ത് ചെയ്യണം, ചെറിയ സ്പേസുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് റൈറ്റ് സൈഡിലേക്കുള്ള ഒരു വളവ് വരുമ്പോൾ ലെഫ്റ്റ് ചേർത്ത് തന്നെ റൈറ്റ് എടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും സ്റ്റിയറിംഗ് നമ്മൾ നേരെയാക്കി കൊടുക്കുന്നു. ലെഫ്റ്റ് സൈഡ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു കാരണവശാലും റൈറ്റ് സൈഡിലേക്ക് പോകരുത്. ഇപ്പം നമ്മൾ ആ വളവെടുത്തത് അങ്ങനെയാണ്. ഇനി നിങ്ങൾ നോക്കുക, ഇനി ലെഫ്റ്റ് സൈഡിലേക്കാണ് ഒരു വളവ് വരുന്നത്. നിങ്ങൾ നോക്കിയേ, കറക്റ്റ് ഈ ഗ്യാപ്പിലൂടെയാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്, കണ്ടോ? ഇവിടെ താഴെ കുഴിയുണ്ട്, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു തിട്ടലുണ്ട്, കണ്ടോ? ഇവിടെ ചെറിയ കല്ല് കെട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം നമ്മൾ പോകുന്ന പ്രോപ്പറായിട്ട് ഇതേ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഒരു ബിഗിനർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയറാണ് ഏറ്റവും നല്ലത്. പിന്നെ കുറച്ചും കൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയ സെക്കൻഡ് കൊടുക്കുക. എനിക്കിപ്പോൾ വേണേൽ സെക്കൻഡും തേർഡും കൊടുത്ത് ഓടിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിതേ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വളവാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർക്കുക. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇടത്തേക്കുള്ള തിരിവാണ് നമ്മൾ തിരിയുന്നത്. അവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർത്ത് തന്നെ ഈ വളവ് പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഇങ്ങനെ വരുന്നു, ദേ ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ദേ ഈ വണ്ടിയുടെ ഗ്യാപ്പ് നോക്കിയേ, കറക്റ്റ് ഈ ഗ്യാപ്പിൽ ഇത് കണ്ടോ? അപ്പോൾ ഇതിൻ്റെ വെളിയിലാണ് വാഹനം കിടക്കുന്നത്, ഒരിക്കലും നമ്മുടെ വണ്ടി തട്ടത്തില്ല. ഇനി ഇങ്ങനെ വരുന്ന റോഡുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വളവുകളിൽ വരുമ്പോൾ ഹോൺ അടിക്കാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലേക്കുള്ള തിരിവാണ്. നിങ്ങൾ നോക്കുക, ദേ ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെ ഞാനിതേ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിയുന്നു, കണ്ടോ? എന്നിട്ട് ഈ സ്പേസ് ആണ് നമ്മൾ നോക്കുന്നത്. ദേ ഈ സ്പേസ് ഇങ്ങനെ നോക്കുന്നു. ഇനി ഇവിടുന്ന് റൈറ്റ് ആണ് ടേൺ എടുക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ലെഫ്റ്റ് തന്നെ ചേർത്തിട്ട് റൈറ്റ് എടുക്കുക. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ആദ്യം പിടിച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിക്കേ, താഴോട്ട് പോകും നമ്മുടെ വണ്ടി. എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മളിത് ഇത്തരത്തിൽ ചേർത്ത് പിടിച്ച് നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുക. ഇനി സെക്കൻഡ് ഗിയർ എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു വളവൊക്കെ മാറി റോഡ് ഇച്ചിരി സ്ട്രെയിറ്റ് ആയി എന്ന് തോന്നുമ്പോൾ സെക്കൻഡ് ഗിയർ കൊടുക്കണം. നിങ്ങളെ ഞാൻ കാണിക്കാം. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. അത്യാവശ്യം നമുക്ക് പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതെ ഇങ്ങനെ പോവുക. ഇനി ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇടത്തേക്കാലെടുത്തൊന്ന് ക്ലച്ചേ വെക്കുന്നത് തെറ്റില്ല. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾ ക്ലച്ചയിലേക്ക് കാലൊന്ന് എടുത്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ കാല് ക്ലച്ചേ വെക്കുന്നു. ഇവിടെ ഒരു ഹമ്പുണ്ട്, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഇത്തരത്തിലുള്ള ചെറിയ സ്പേസിൽ വരുന്ന ഹമ്പുകളിൽ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് കയറാനായിട്ട് ശ്രമിക്കണം. ഒരു കാരണവശാലും സെക്കൻഡിൽ കയറി പോകരുത്. കൃത്യമായിട്ട് ചെറിയ സ്പേസുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വരുന്ന ഹമ്പുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ഒരു ഗട്ടർ വന്നാലും കൊടുക്കണം. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയർ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്തു പോകുമ്പോൾ ഇതേ ഇവിടെ ചെറിയ ഗട്ടർ വന്നു. കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടേ ഈ ഗട്ടർ മുന്നോട്ട് കയറാവുള്ളൂ. ബിഗിനേഴ്സ് ചെയ്യുന്ന എന്ത് ചെയ്യും, സെക്കൻഡ് തന്നെ ഈ സ്പേസ് നോക്കി അങ്ങ് ഓടിക്കും. എന്നിട്ട് ഈ ഗട്ടർ വരുമ്പോൾ നമ്മൾ കാല് കൊടുക്കുമ്പോൾ വണ്ടി ഒന്നെങ്കിൽ ചാടി ജമ്പ് ചെയ്ത് മുന്നോട്ട് പോകും, അപകടം ഉണ്ടാകും. ഈ ചെറിയ സ്പേസ് ആണെങ്കിൽ ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ വണ്ടി പോകും. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് സ്പീഡ് ആ ഒരു സമയത്ത് വരുമ്പോഴത്തേനും ഒന്ന് കുറച്ച് കൊടുക്കുമ്പോൾ വണ്ടി പിന്നീട് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് കയറാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണിച്ചിട്ട് വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. ഇപ്പം നിങ്ങൾ നോക്കുക, സെക്കൻഡ് ഗിയറിൽ പോകുന്നു, ഹോൺ അടിക്കുന്നു, ദേ ലെഫ്റ്റ് സൈഡ് ദേ ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നു, കണ്ടോ? കറക്റ്റ് ലെഫ്റ്റ് ചേർന്നാണ് നമ്മളുടെ വാഹനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, കണ്ടോ? ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേർഡ് ഗിയർ കൊടുക്കാം. നിങ്ങൾ നോക്കുക, ഞാൻ തേർഡ് ഇട്ട് കാണിക്കാം. ഓക്കെ, ക്ലച്ച് പിടിക്കുന്നു,
തേർഡിലേക്ക് ഇടുന്നു. കണ്ടോ, തേർഡ് ഗിയറിൽ ഈസി ആയിട്ട് പോകാം. പക്ഷേങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിന് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു സെക്കൻഡ് ഗിയർ വരെയാണ്. കാരണം നിങ്ങൾക്ക് വണ്ടി ഓടിച്ചുള്ള ഒരു പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും നല്ലത് സെക്കൻഡ് ഗിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സ്പേസ് ഒക്കെ വരുമ്പോൾ ഞാനിത് ഇങ്ങനെ നോക്കി ഓടിക്കുന്നു. കണ്ടോ, ലെഫ്റ്റ് ഗിയറിന് പോകുന്നു. ഇനി ഇവിടെ ഒരു വളവ് വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, തേർഡിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് നേരത്തെ ഇട്ട് കൊടുക്കുന്നു, ഒന്ന് ഹോൺ അടിക്കുന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ചേർക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ തിരിഞ്ഞ് വരുന്നു. കണ്ടോ, ഇങ്ങനെ തിരിഞ്ഞ് നമ്മൾ വരികയാണ്. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചെറിയ സ്പേസിലൂടെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിലൊന്ന് ഓർക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.